ആരുടെയും കയ്യിൽ പൂവുണ്ടോ? ഇവിടെ കൊണ്ടുതന്ന പൂവേ ഉള്ളൂ തോന്നില്ലേ? നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റെഡിയാണോ? ഒന്ന് കൈകൾ കൂപ്പി പിടിക്കും എല്ലാവരും. ഒന്ന് കൈകൾ തൊഴുത് പിടിക്കുക പ്ലീസ്. ക്യാമറമാൻ തൊഴണ്ട, താഴെ പോകും, ലക്ഷങ്ങൾ നഷ്ടപ്പെടും. എല്ലാവരും കൈ തൊഴുത് പിടിച്ച് ആ തലയുടെ മുകളിലോട്ടൊന്ന് ഉയർത്തുക. തലയുടെ മുകളിലോട്ട് എല്ലാവരും. ഇവിടെ കുറച്ചാൾ കൈയില്ലേ, മൊബൈലിൽ തോണ്ടാൻ മാത്രം കൈ ഉപയോഗിച്ച മോളെ അപ്പുറത്തെ ആളെ പ്രോത്സാഹിപ്പിക്കണ്ട, നീ ചെയ്താൽ മതി, മറ്റൊരു ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും കൈ തൊഴുത് പിടിക്കുക, മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. ഇപ്പോ പൂമൊട്ട് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്, ഒരു സൂര്യകാന്തി തോട്ടം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഇനി രണ്ട് കൈകളും എനിക്ക് അഭിമുഖമായിട്ട് നിവർത്തി പിടിക്കും. അവിടെ പിടിക്കുക. ഞാൻ പറയുന്ന പോലെ ഒരു ചെറിയ കാറ്റടിക്കുന്നു, ചെറിയൊരു ഇളക്കം കൊടുക്കും പൂക്കൾക്ക്. ചെറിയൊരു ഇളക്കം. ഓക്കെ, ഇനി ആ പൂക്കൾ രണ്ടു ഭാഗത്തേക്കും പതുക്കെ കാറ്റിനൊന്ന് ചാഞ്ചാടട്ടെ പ്ലീസ്. രണ്ട് ഭാഗത്തേക്കും നല്ലപോലെ. തൊട്ടപ്പുറത്തെ കണ്ണിൽ കുത്തിപ്പോണ്ട, മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി വിളിക്കേണ്ടി വരും. ഓക്കെ, ഇനി ആ രണ്ട് കൈകളും കൂട്ടി നല്ലൊരു കൈയടി. ഞാനൊരു താളം തരാം പ്ലീസ്. പിശുക്കത്തരം കാണിക്കുന്നു. എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയാം. മതി, കാരണം ഇനി കുറെ ഐറ്റങ്ങൾ ഞങ്ങൾ കയ്യടിച്ച് തന്നുകൊണ്ട എന്ന പ്രോഗ്രാമിൽ സുരാജ് ചേട്ടനായിരുന്നു അതിന്റെ ഗസ്റ്റ്. അതൊരു ഈച്ചയുടെ ശബ്ദം അവതരിപ്പിച്ചാണ് ചാനൽ രംഗത്തേക്ക് ഞാൻ വന്നത്. ആ ഈച്ചയുടെ ശബ്ദമാണ്. ഈച്ചേനെ ഇഷ്ടമാണോ? ബിരിയാണി ഇഷ്ടമാണെന്നല്ല ചോദിച്ചത്. ഈച്ചേനെ ഇഷ്ടമാണോ? ഈച്ചേനെ ഇഷ്ടപ്പെടുന്ന ആവശ്യമില്ല. പക്ഷേ ഈച്ചേനെ കൊണ്ട് ജീവിക്കുന്ന ലോകത്തിലെ രണ്ടാൾക്കാർ, ഒന്ന് ഞാനും ഒന്ന് രാജമൗലി സാറാണ്. ഈച്ചേനെ സിനിമ എടുത്തിട്ട് അയാളും ഒരു ഭാഗത്തോട് ഞാനും. ഓക്കെ, അപ്പൊ ആ ചെറിയ ശബ്ദമാണ്, വലിയ ശബ്ദമൊന്നുമല്ല, ചെറിയൊരു ശബ്ദം. അങ്ങനെയാണ് തോന്നുമ്പോഴേക്കും നിങ്ങൾ കയ്യടി വേണം. ഓക്കെ, ഈ കോളേജിൽ ഏറ്റവും സുന്ദരനാരാ? ഞാനാണ് ഈ കോളേജിന്റെ സുന്ദരൻ എന്ന് അവകാശപ്പെടുന്ന ആളാരാ? ഇങ്ങോട്ട് വാ, ഓടിയാ, അയാളെ ഇങ്ങോട്ട് പറഞ്ഞു. നല്ലൊരു കയ്യടി കൊടുക്കും, നല്ലൊരു കയ്യടി. നിങ്ങൾ കോളേജിന്റെ സുന്ദരനെ ഇങ്ങോട്ട് വരാൻ പോകുന്നു. രജനീകാന്തിന് പോലും ഇത്രയും വലിയ BGM കിട്ടിയിട്ടുണ്ടാവില്ല. നല്ലൊരു കയ്യടി കൊടുക്കും, കുട്ടിക്ക് കയ്യടി. ഓക്കെ, ഇതിനകത്ത് ഈച്ചയുണ്ട്, ഇതിനൊന്ന് മോചിപ്പിക്കണം. അതിനെക്കൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ വിളിച്ചു നോക്കി. അമ്പലത്തിൽ പ്രസാദം വാങ്ങാൻ വന്നതാ. ഈച്ചേനെ മോചിപ്പിക്കണം, ഇതിനെ രക്ഷപ്പെടുത്തണം. ഗുസ്തി പിടിക്കാം. ഇതിൽ ഓരോ വിരൽ നിർത്തി നോക്കിയാൽ മതി. നല്ല ശക്തി തുറക്ക്. ശരി, എന്തായാലും JCB വെച്ച് മാറ്റുക. ഓരോ വിരൽ നിർത്തി നോക്കൂ, പതുക്കനെ. ഓരോ വിരൽ നിർത്താൻ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് ഓരോ വിരൽ നിർത്താൻ കഴിയുമോ? ഓരോ നിർത്തുന്നു. ഉണ്ടോ? തൊട്ട് ഉണ്ടോ? ഓർക്കേ, ആ ഷീറ്റിന്റെ അടി കൂടെ പുറത്തു പോയടോ. സൗന്ദര്യം മാത്രമേ ഉള്ളൂ, ഒരു ഈച്ചയെ പോലും നോവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കുഞ്ഞു മനസ്സിനോട് നല്ലൊരു കൈ കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത്രയുള്ളൂ. ഇത്ര ചെറിയ ഈച്ചയുടെ ശബ്ദങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മിമിക്രി ഈസ് എ മാജിക്. മിമിക്രി എന്താണ്? മിമിക്രി മാജിക്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചാൽ നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഞാനല്ല. റെഡിയാണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ഓർക്കെ പറ. ഓക്കെ, ഞാനൊരു ശബ്ദം പറയും. ആ ശബ്ദം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ശബ്ദമാണ്. ആ ശബ്ദം ഞാൻ ഓക്കെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒരു 20 തവണ അങ്ങോട്ടേക്ക് നിങ്ങൾ അപ്പുറമുള്ളവൻ ചെയ്യുന്നുണ്ടോ ഇപ്പുറമുള്ളവൻ ചെയ്യുന്നു നോക്കണ്ട. ശബ്ദം ഇതാണ്. ഞാൻ പറഞ്ഞ ശേഷം ചെയ്യാം. നിങ്ങൾ കേൾക്കിയ ശബ്ദം ഇതാണ്. ഈ പകുതിയുള്ള ആളുകൾ ആ ശബ്ദം, പകുതിയുടെ ഈ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ അത്യാഗ്രഹം കാണിക്കില്ല. ഞാൻ പറയും, ഈ ശബ്ദം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? ചെയ്യാം. ആരും മടിച്ചു മാറി നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ കളകളം ഒഴുകി പോകുന്ന ഒരു അരുവിയുടെ ശബ്ദം നമുക്ക് ഈ ഗ്രൗണ്ടിൽ കേൾക്കാം. ഒരു അരുവി ഒഴുകുന്ന ശബ്ദം നിങ്ങൾ തന്നെ ചെയ്യാൻ പോവുകയാണ്.
ഈ ശബ്ദം ഞാൻ ഓക്കെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു 10 ഞാൻ ഓക്കെ സ്റ്റോപ്പ് എന്ന് പറയുന്നവരേ പോകണം. അപ്പൊ എനിക്കിങ്ങനെ വേദിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ സാറിനും ഞങ്ങൾക്കൊക്കെ ഒരു അരുവി ഇതിലിങ്ങനെ ഒഴുകി പോകുന്ന ശബ്ദം കേൾക്കാം, ഉറപ്പായിട്ടും കേൾക്കാം. റെഡി അല്ലേ? ഇവിടെയുള്ള ആളുകൾ ഇവിടെ ഓക്കെ സ്റ്റാർട്ട്. ഉണ്ടാക്കാൻ പറ്റില്ല, ചിരിക്കുക. പിന്നെ എങ്ങനെയാ ഉണ്ടാകുക? അരുവി ഒഴുകുന്ന വെച്ചാൽ ഏകദേശം അങ്ങനെ തോന്നിയില്ലേ? അത്രയും ഉണ്ടാവും. അരുവി എന്ന് പറഞ്ഞാൽ പതുക്കി ഒഴുകും, അല്ലാണ്ട് മറ്റേ ഫ്ലഡ്. ഇപ്പൊ ഇരിക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് സങ്കല്പിക്കുക. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു ഓക്കെ, നമ്മൾ ബേക്കൽ കടപ്പുറത്തിരിക്കുകയാണ്. ഈവനിങ് ഒന്ന് സായം സന്ധ്യയിൽ കുറച്ച് കാറ്റൊക്കെ കൊണ്ടൊന്ന് കടപ്പുറം ആസ്വദിക്കാൻ പോയതാണ്. ആ സമയത്ത് യമഹയുടെ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു ബോട്ട് നമ്മുടെ മുന്നിൽ കടലിലൂടെ ഇങ്ങനെ വന്ന് മുമ്പിലെത്തി പോവുകയാണ്. ഈച്ചയുടെ ശബ്ദം തന്നെയാണ് യമഹയുടെ എഞ്ചിൻ. കടൽ തിരമാലകളൊക്കെ ഉണ്ട്. നമുക്ക് കടപ്പുറത്തേക്ക് പോവാം. ഓക്കെ, തിരമാലയ്ക്ക് കൈയടിയില്ലേ? ബുള്ളറ്റ് ബൈക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് കൈവന്നിക്ക്. ബുള്ളറ്റ് ബൈക്ക് താല്പര്യമുണ്ട്, പൊന്തിച്ചോ, പേടിക്കേണ്ട, ആരും ഒന്നും പറയില്ല. ഓക്കെ, ബുള്ളറ്റ് ബൈക്ക് നമുക്കൊക്കെ ഇഷ്ടമാണ്. എല്ലാവർക്കും ബുള്ളറ്റ് ബൈക്ക് ഇഷ്ടമാണ്. ബുള്ളറ്റ് നമ്മൾ യാത്ര ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണല്ലേ? ലൈസൻസ് ഉള്ള നമ്മുടെ കോളേജ് പ്രിൻസിപ്പലിനെ പോലെ, സൗണ്ട് എഞ്ചിനീയർ പോലെ ലൈസൻസ് ഉള്ള ഒരാൾ ബുള്ളറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന എങ്ങനെ നമുക്ക് നോക്കാം. എന്നാൽ ഇന്നത്തെ കാലത്ത് 13 വയസ്സിന് മുകളിലോട്ടും 18 വയസ്സിന് താഴോട്ടും പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ യോയോ ഫ്രീക്കന്മാരുടെ കയ്യിലാണ് ഇത് കിട്ടുന്ന വെച്ചാൽ ആദ്യം തന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് കൊണ്ട് കയറ്റും. ഒറിജിനൽ സൈലൻസർ ഊരിച്ചാടും. എന്നിട്ട് അവിടെ ഒരു പുകക്കോയിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതിന്റെ മുകളിൽ കയറി നമ്മുടെ നാട്ടുപുറത്തൂടെ ഒരു പറക്കലാണ്. അങ്ങോട്ട് 2 ചക്രത്തിന്റെ മോൾ, തിരിച്ചിങ്ങോട്ട് 4 ചക്രത്തിന്റെ മോൾ. ശ്രദ്ധിക്കണം, ചിരിക്കാനോ കൈയടിക്കാനോ പറഞ്ഞല്ല, നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷകൾ. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ വലിയ സങ്കടമാണ്. വലിയൊരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ് നിങ്ങൾ. അതിലൊരു കണ്ണി പോയാൽ കെട്ടുറപ്പ് നഷ്ടപ്പെടും. ഇന്നും നമ്മുടെ നാട്ടിൻ പുറത്തെ പല വീടുകളിലും കണ്ണീർ ഉണങ്ങിയിട്ടില്ല. വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ശരിയല്ലേ? ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അല്ലേ? ശ്രദ്ധിച്ചല്ലേ വണ്ടി ഓടിക്കൂ. ഓക്കെ, ഡ്യൂക്ക് ബൈക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഡ്യൂക്ക് ബൈക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഡ്യൂക്ക് ഇഷ്ടപ്പെടുന്നത് പറയും? എന്തുകൊണ്ടാണ് ഡ്യൂക്ക് ഇഷ്ടപ്പെടുന്നത്? എന്തെങ്കിലും ഒരു കാരണം പറയും. ലുക്ക്. ഓക്കെ, മോൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഞാനത് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ശരി തരാം. മോൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഡ്യൂക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അറിഞ്ഞൂടാ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഡ്യൂക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത RC ഓണർ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഫസ്റ്റ് റൈഡ് തന്നെ ഏതെങ്കിലും പോസ്റ്റ് തീർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാണ്ടി ലോറിയിട്ട് അടി പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രത്യേകത, നമ്മളൊരു ആക്റ്റീവ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. അപ്പോൾ ദുഃഖം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഡ്യൂക്ക് ഉണ്ടാകുക എങ്ങനെയെന്ന് അറിയാം? നോക്കി വണ്ടിയെ ഇതിന്റെ ബാക്ക് അങ്ങോട്ട് പൊന്തിയിട്ടാ. ഇതിനോട് മക്കൾ പോകുന്ന കാണാൻ ഓടിക്കുന്നോ കിടക്കുക. എന്തൊരു ബുദ്ധിമുട്ടല്ലേ? ബാക്കിൽ തോന്നിക്കുക. ഇതങ്ങനെ എവിടെ പോയി തട്ട് കാണിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ തോന്നുന്നു. ഒരുത്തേനും പിടുത്തമല്ല, നെന്മാർ പഠിക്കും നമ്മട്ട് വിട്ട പോലെ. ബഹിരാകാശ യാത്രയ്ക്ക് കഴിഞ്ഞ് ഏത് കോലത്തിലാണ് താഴെത്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഡ്യൂക്കിന്റെ മോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. ഡ്യൂക്കിന്റെ ശബ്ദമാണ്. ഏകദേശം അങ്ങനെയാണ് തോന്നി അന്നേരം തന്നെ കയ്യടി വേണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇത് റോട്ടുമ്പോ കൂടെ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് റോട്ടുമ്പോ കൂടിയാ പോകുന്നത്. ഇപ്പൊ ബൈപ്പാസിന്റെ പണി നടന്നെടുക്കല്ലേ അല്ലെ? ഇവിടെ ബൈപ്പാസിന്റെ പണി എടുക്കും. ഈ ബൈപ്പാസിന്റെ പണി അങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് റോട്ടുമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ശബ്ദം ഈ ശബ്ദമല്ല ഉണ്ടാക്കുക. നേരത്തെ ഈച്ചേന്റെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അതെന്തായാലും വന്നത് എങ്ങോട്ടാ പോയത്, ഏല് വന്നു പോയി ഇതൊന്നും മനസ്സിലായില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് പോവുക. വണ്ടി കയറിയാൽ ശ്രദ്ധിച്ച് പോകണം. ശ്രദ്ധിച്ചല്ലേ പോകുള്ളൂല്ലേ? ഉറക്കപ്പറ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഉണ്ടില്ലേ? മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അത് ഓഫ് ആയി പോയി കുട്ടി ചത്ത പറഞ്ഞാൽ പോയി എന്റെ ഫോണ് പോയി. അച്ഛൻ അമ്മയ്ക്കൊന്നും പറ്റിയിട്ട് എത്ര പ്രശ്നമില്ല. ഈ മൊബൈൽ ഫോൺ നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യാ? കുത്തിപ്പൊട്ടിച്ച് കളയാനോ? പൈസ കൊടുത്ത് വാങ്ങിയ സാധനം സൈലന്റ് ആ നോക്കി നല്ലൊരു കയ്യിൽ കൊടുത്ത് സൈലന്റ് ആക്കും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും വരും. പക്ഷേ നമ്മൾ ഡെഡ് ബോഡിന്റെ അടുത്ത് കൊടുക്കും. ആരെങ്കിലും വിളിച്ചാൽ ഡാഡി മമ്മി വീട്ടിലില്ല, അഴകോലും ആരുമില്ല, ഇതാക്കിന്റെ റിംഗ് ടോൺ. ഡെഡ് ബോഡി ചിലപ്പോൾ അവിടെ എഴുതിയിട്ട് ഓടിക്കളയും. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് അവർ വിളിക്കുന്ന സമയത്ത് നേരിയ ശബ്ദമാണ്, ഒരു വൈബ്രേഷൻ, ഈച്ചയുടെ ശബ്ദം തന്നെയാണ്. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഡെഡ് ബോഡി കണ്ടെങ്കിൽ നടന്നു പോകും. പെട്ടെന്ന് വിളിക്കുന്നു. എടാ ഞാനൊരു മരിച്ച വീട്ടിലാണ്, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ആ ഓക്കെ ശരി ശരി. ഇതിൽ മെസ്സേജ് വരികയാണെങ്കിലോ ഇതിന്റെ മോഡ് വെച്ചാൽ കയ്യടിക്ക് പവർ പറയുന്നുണ്ടല്ലോ. നല്ല കയ്യടി വരട്ടെ. പട്ടക്കം പൊട്ടും പോലെ ഒരു കയ്യടി. പോരാ പോരാ പോരാ, കയറി വരട്ടെ കയറി വരട്ടെ. സംഗീതോപകരണങ്ങളിൽ തുകൽ വാദ്യങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആർക്കെങ്കിലും അറിയോ? സാധനം എന്താണ്? തുകൽ വാദ്യങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പറയൂ. കേക്കട്ടെ, പേര് കേൾക്കണം. ഓടക്കോയിൽ തുകല? ഓടക്കോയിൽ തുകൽ വാദ്യാണോ? തുകൽ വാദ്യം, തോല് കൊണ്ടുണ്ടാക്കുന്ന തുകൽ വാദ്യം. പറ. മൃദംഗം. ഓളെന്നെ പറഞ്ഞു. നോക്ക്, നല്ലൊരു കയ്യിൽ ശരിയാണ്. മൃദംഗമാണ്. നല്ലൊരു കാര്യം എടുക്കും. മൃദംഗമാണ്. അപ്പൊ നമുക്ക് ഈച്ചയുടെ ശബ്ദം കൊണ്ട് മൃദംഗത്തിന്റെ താളം ഉണ്ടാക്കാം. മൃദംഗത്തിന്റെ ശബ്ദമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു താളം ഏകദേശം നോക്കാം. ഏകദേശം എന്നല്ലാതെ ഒരിക്കലും ഒരു ശബ്ദം നമുക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല മിമിക്രിയിൽ. ഒരു കയ്യടി കുറയുന്നുണ്ട് എന്നുള്ളതിന്റെ പരാതിയിലൂടെ ഞാൻ മിമിക്രി നിർത്താൻ പോകും. നിർത്തട്ടെ? പോരെ? ഓക്കെ. അപ്പൊ ഞാൻ ഫൈനലി ഒരു നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഈ വെസ്റ്റേൺ മ്യൂസിക് ഇഷ്ടമാണല്ലോ അല്ലേ? ഇഷ്ടമല്ലേ? അപ്പം ഒന്ന് രണ്ട് മ്യൂസിക്കുകളിലൂടെ ഒന്ന് കടന്നു വിട്ട് ഞാൻ ഫൈനൽ ചെയ്യാം. ആദ്യം നമുക്ക് താകിലിൽ തുടങ്ങാം. ഓക്കെ. കയ്യടിയാണ് എനിക്ക് വേണ്ടി. ഇങ്ങനെ എനർജി ആയിട്ടുള്ള തലയുടെ മുകളിലോട്ട് കൈ ഉയർത്തിയിട്ടുള്ള കയ്യടി. ഓക്കെ. Thank you so much.